ഹായ് സുന്ദരീസ്, എൻ്റെ പേര് അശ്വതി. എല്ലാവർക്കും അസ്വി മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് എങ്ങനെ നമുക്കൊരു ഐസ് ക്യൂബ് ഫേഷ്യൽ ചെയ്യാം എന്നുള്ളതാണ്. ഒരു 5 മിനിറ്റ് മതി കേട്ടോ. ഇത് പ്രിപ്പയർ ചെയ്യാനാണെങ്കിൽ 5 മിനിറ്റ് മതി. ജസ്റ്റ് ഇതൊക്കെ കൂടി പ്രിപ്പയർ ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുക. അതിനുശേഷം നമുക്ക് അപ്ലൈ ചെയ്യാനാണെങ്കിലും ജസ്റ്റ് മാക്സിമം ഒരു 3 to 5 മിനിറ്റ്സ് മതി. ഭയങ്കര എഫക്റ്റീവാണ്. എസ്പെഷ്യലി നമ്മൾ പാർട്ടിക്കൊക്കെ പോണേക്കാളും മുമ്പ് ഇത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മുഖത്ത് നല്ലൊരു ഗ്ലോ തോന്നിക്കും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഐസ് ക്യൂബിൻ്റെ ബെനിഫിറ്റ് നോക്കാം. നമുക്ക് ഐസ് ക്യൂബിൻ്റെ മെയിൻ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടിയിട്ട് നമ്മുടെ മുഖത്ത് നല്ല ഗ്ലോ തരും, സ്കിന്നൊക്കെ ഒന്ന് ടൈറ്റൻ ചെയ്യും, പോഴ്സൊക്കെ ക്ലോസ് ചെയ്യും എന്നുള്ളതാണ്. അതിന് കൂടെ ഫസ്റ്റ് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുക്കുംബറും പിന്നെ ടൊമാറ്റോ. അതായത് നമ്മളിതിന് കക്കടി എന്നാണോ പറയുക, അങ്ങനെ ഓരോ സ്ഥലത്ത് ഓരോന്നാണ് പറയുക. ഞങ്ങൾ വെള്ളരിന്ന് തന്നെയാണ് പറയാറ്. വെള്ളരിയും അതേപോലെ തന്നെ ടൊമാറ്റോ, തക്കാളിയാണ് വേണ്ടത്. സാലഡ് വെള്ളരിയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഈ വെള്ളരിയുടെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വിറ്റമിൻ സി ഉണ്ട് ആൻഡ് pH ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര നല്ലതാണ്. ടൊമാറ്റോ അതായത് തക്കാളിയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് സൺ ടാൻ അതായത് ഈ വെയിൽ കൊണ്ടുള്ള കരിവാളിപ്പില്ലേ അത് മാറാനും അതേപോലെ തന്നെ മുഖത്ത് കറുപ്പ് പാടുകളുണ്ടെങ്കിൽ മാറാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. സോ ഞാൻ എന്താ ചെയ്തിരിക്കുന്നത് വെച്ചാൽ അത് ചെറിയ ചെറിയ കഷ്ണങ്ങളായി നുറുക്കി മിക്സിയിലിട്ടിട്ട് ഒരു തുള്ളി പോലും വെള്ളം ആഡ് ചെയ്യാൻ പാടില്ല. ജസ്റ്റ് നമ്മൾ മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് ഇതേപോലെ അരിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് നന്നായിട്ട് അതിൻ്റെ ലിക്വിഡ് കിട്ടും. ഓക്കെ, ഒട്ടും വെള്ളം ചേർക്കരുത് എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇത് രണ്ടും നമ്മുടെ സ്കിന്നിന് ഭയങ്കര ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. രണ്ടും നമുക്ക് എപ്പോഴും കിച്ചണിൽ അവൈലബിൾ ആയിരിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ സാലഡിൽ ഇരുന്ന് വെള്ളരിയാണ് എടുക്കുന്നത്. അതിൻ്റെ കൂടെ തൈര് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനൊരു 4-5 സ്പൂണോളം തൈര് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തൈര് എഗെയിൻ ഒരുപാട് നല്ല ബാക്ടീരിയാസ് ഉണ്ട് തൈരിൽ, അതേപോലെ തന്നെ അതിൽ ഒരുപാട് വിറ്റമിൻസ് ഉണ്ട്. സോ നമുക്ക് ഇത് നമ്മുടെ സ്കിന്നിന് നല്ലോണം ഗ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മളിവിടെ എടുക്കാൻ പോകുന്നത് മുൾട്ടാണി മിട്ടിയാണ്. മുൾട്ടാണി മിട്ടി ഇവിടെ എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്കിന്നിൽ ഡേർട്ടൊക്കെ കളയണം. അപ്പോൾ അതിന് വേണ്ടി ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് മുൾട്ടാണി മിട്ടി. അതേപോലെ തന്നെ നമ്മുടെ പിമ്പിൾസ് വരാണ്ടിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. അങ്ങനത്തെ കാര്യങ്ങൾ ഭയങ്കര നല്ലതാണ്. പിന്നെ ഞാൻ കുറച്ച് കസ്തൂരി മഞ്ഞൾ ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് മാത്രം മതി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മഞ്ഞ കളറ് വേണ്ട. അപ്പോൾ നമ്മൾ പാർട്ടിക്കൊക്കെ പോണേക്കാളും മുമ്പാണ് നമ്മളിത് അപ്ലൈ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തൊരു മഞ്ഞ കളറ് പാടില്ലല്ലോ, അതുകൊണ്ടാണ്. പക്ഷെ കുറച്ച് അപ്ലൈ ചെയ്യുക, വളരെ നല്ലതാണ് നമ്മുടെ സ്കിന്നിന്. അതിനുശേഷം ഞാൻ റോസ് വാട്ടർ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിനിങ്ങനെ ഭയങ്കര കൃത്യം കണക്കുകളൊന്നുമില്ല കേട്ടോ. നമുക്ക് ഒരു ലിക്വിഡ് കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. റോസ് വാട്ടർ ഞാൻ വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് റോസ് വാട്ടറാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. റോസ് വാട്ടർ എഗെയിൻ നമ്മുടെ സ്കിന്നിൻ്റെ pH ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ. അപ്പോൾ pH ബാലൻസ് തെറ്റിപ്പോകുമ്പോൾ നമുക്ക് സ്കിന്നിന് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാകും. ആൻഡ് അത് നമ്മുടെ മുഖം വാഷ് ചെയ്യുമ്പോൾ ഒക്കെ സംഭവിക്കുന്നതാണ്. അത് ഒഴിവാക്കി ഒരു pH ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര നല്ലതാണ്. കൂടാതെ റോസ് പെറ്റൽസ് ഉണ്ടെങ്കിൽ ഇത് ഓപ്ഷണലാണ്. ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. വീട്ടിൽ എനിക്ക് ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് പൊട്ടിച്ചിട്ടു എന്നേ ഉള്ളൂ. ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. എഗെയിൻ ഈ റോസിൻ്റെ ഇതളുകൾ നമുക്ക് സ്കിന്നിന് ഭയങ്കര നല്ലതാണ്. നല്ലൊരു ഗ്ലോ തരാൻ ഭയങ്കര നല്ലതാണ്. ഇനി ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസി, ഇങ്ങനത്തെ ഒരു ലിക്വിഡി കൺസിസ്റ്റൻസി വേണം കേട്ടോ. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഐസ് ട്രേ എടുത്തിട്ട് അതിൽ നമ്മൾ ആക്കി വെക്കുക. സോ ഇത് നമുക്ക് 1 മുതൽ 1.5 ആഴ്ച വരെ ഇത് കേട് കൂടാണ്ട് ഫ്രീസറിലിരിക്കും. സോ നമുക്ക് 2 ദിവസത്തിലൊരിക്കൽ എന്തായാലും അപ്ലൈ ചെയ്യാം. പാർട്ടിയൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് അപ്ലൈ ചെയ്യാം. എന്തെങ്കിലും കല്യാണോ പ്രത്യേക അവസരങ്ങളുണ്ടെങ്കിൽ തലേദിവസം ഇത് ഉണ്ടാക്കി ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ പോണേക്കാളും തൊട്ട് മുന്നേ ഇത് അപ്ലൈ ചെയ്യുക. തൊട്ട് മുന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂ hours മുന്നേ അപ്ലൈ ചെയ്യാം. അതിനുശേഷം മറ്റേ ഫേസ് വാഷ് ഒന്നും യൂസ് ചെയ്യേണ്ട കേട്ടോ. ജസ്റ്റ് നേരെ മേക്കപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ നല്ല ഗ്ലോ ഉണ്ടാവും മുഖത്ത്. ഓക്കെ, ഇനി നമുക്കിതെന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസ് എടുക്കുക. എന്തായാലും കുറച്ചധികം നേരം വേണം ഇത് ഐസായി കട്ട പിടിക്കാനായിട്ട് ഫ്രീസറിൽ വെച്ചിട്ട്. അപ്പോൾ അത് ഐസ് കട്ട ആയിക്കഴിഞ്ഞാൽ അതെടുത്തിട്ട് നമ്മുടെ മുഖത്ത് മസാജ് ചെയ്ത് കൊടുക്കാം. പതുക്കെ മാത്രമേ മസാജ് ചെയ്യാൻ പാടുള്ളൂ. ഒട്ടും ഹാർഷാവാൻ പാടില്ല. മെല്ലെ വളരെ ജെൻറ്റിലായിട്ട് മസാജ് ചെയ്യാം. എന്തെങ്കിലും ഇറിറ്റേഷനൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ചെയ്യരുത്. അതായത് വേണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാം. കയ്യിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഒരു ദിവസം നോക്കുക, റിയാക്ഷനൊന്നും ഇല്ല എന്നുള്ളത്. മിക്കതും ഇതിന് യാതൊരു റിയാക്ഷൻ വരില്ല. കാരണം എല്ലാം നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ്, നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. ജസ്റ്റ് ഒരു സെക്യൂരിറ്റിക്ക്, ഒരു സേഫ്റ്റിക്ക് നമ്മൾ പറയണമെന്നേ ഉള്ളൂ. പിന്നെ ഇത് നെറ്റിയിലൊക്കെ നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മുടെ സൺ ടാൻ ഉള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, കരിവാളിപ്പുള്ള ഭാഗങ്ങളിൽ പ്രത്യേകിച്ച്, അതേപോലെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഉള്ള ഭാഗങ്ങളിൽ മൂക്കിന് ചുറ്റും ഇവിടെയൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ നമ്മുടെ മുഖത്തുള്ള സൺ ടാൻ റിമൂവ് ചെയ്യാനും കരിവാളിപ്പ് റിമൂവ് ചെയ്യാനും അതേപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് കുറയ്ക്കാനും പിന്നെ നമ്മുടെ മുഖത്തിലെ ഡെഡ് സ്കിന്നില്ലേ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തിട്ട് മുഖത്തിന് നല്ലൊരു ഗ്ലോ തരാൻ വേണ്ടിയിട്ടാണ് ഇത് ഹെൽപ്പ് ചെയ്യുക.
സോ ഇനി നമുക്കിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ വാഷ് ചെയ്യാം. ഇതങ്ങനെ ഫേസ് മാസ്ക് പോലെ വെക്കണം എന്നൊന്നുമില്ല, വേണമെങ്കിൽ 2 മിനിറ്റ് വെക്കുകയും ചെയ്യാം. അത് കഴിഞ്ഞാൽ നമ്മൾ ടവൽ കൊണ്ട് തുടച്ച് കഴിഞ്ഞാൽ നമുക്ക് ലൈക്ക് എന്തായാലും ഒരു ചെറിയൊരു മാറ്റം കാണാൻ പറ്റും. പിന്നെ കൂടുതൽ നാളെ നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി അതിൻ്റെ റിസൾട്ട് ഉണ്ടാകും. മുഖം കുറച്ചുകൂടി സോഫ്റ്റ് ആവും. ആൻഡ് അതിന് ശേഷം ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാൻ മറക്കരുത്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇത്ര മുഖത്ത് ഒരു മസാജൊക്കെ കൊടുത്തിട്ടുള്ളതല്ലേ, ഇത് 2 ദിവസത്തിലൊരിക്കൽ അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ ഏതെങ്കിലും കല്യാണവും വിശേഷങ്ങളൊക്കെ ഉള്ളപ്പോൾ അതിന് തൊട്ട് മുന്നും യൂസ് ചെയ്യാം. എനിക്കിത് നല്ല ബെനിഫിഷ്യലായിട്ട് തോന്നിയിട്ടുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. എനിക്ക് തോന്നുന്നു നല്ല ബെനിഫിഷ്യലായിരിക്കും, റിസൾട്ട് കാണാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. പിന്നെ ഇനിയിപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഇൻഗ്രീഡിയൻറ്റ് ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ റോസ് വാട്ടർ ഇല്ലെങ്കിൽ പ്രശ്നമില്ല, അതിന് പകരം നമുക്ക് തൈരുണ്ട്. അങ്ങനെ അപ്പോൾ മെയിനായിട്ട് എനിക്ക് വേണമെന്ന് തോന്നിയിട്ടുള്ളത് മുൾട്ടാണി മിട്ടിയാണ്. മുൾട്ടാണി മിട്ടി നല്ല ഒരു ലൈക്ക് ഫേസ് മാസ്കിൽ ഉൾപ്പെടുത്താൻ പറ്റിയൊരു സംഗതിയാണ്, മുഖത്ത് നല്ലൊരു ഗ്ലോ തരാൻ വേണ്ടിയിട്ട്. സോ ട്രൈ നോക്കുക. ഏത് ആയുർവേദ ഷോപ്പിലും മുൾട്ടാണി മിട്ടി മേടിക്കാൻ കിട്ടും. പിന്നെ ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റുന്നതാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റുന്ന ഇൻഗ്രീഡിയൻസ് നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തിട്ട് എന്താ റിസൾട്ട് എന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ. വീഡിയോ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബിൻ്റെ അടുത്തൊരു ചെറിയ ബെല്ലൈക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.